വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര ഭൂപടങ്ങളിൽ ഇതുവരെ ഇടം പിടിച്ചിട്ടില്ലെങ്കിലും കാരാപ്പുഴയ്ക്ക് സമീപമുള്ള മനോഹരമായ ഒരു മൊട്ടക്കുന്ന് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. മനം മയക്കുന്ന പ്രകൃതി ഭംഗിയും ഇവിടുത്തെ ആകർഷകമായ അസ്തമയ കാഴ്ചകളുമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഔദ്യോഗികമായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഈ വ്യൂ പോയിന്റിലേക്ക് ഒഴുകിയെത്തുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ജയരാജ് ബത്തേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി വൈകുന്നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്ന് നേരം വൈകുന്നേരത്തിൽ നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. വയനാട് ജില്ലയിലെ അമ്പലവയലിൽ നിന്നും ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന കാരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കാരാപ്പുഴയിലല്ല. കാരാപ്പുഴ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സ്ഥലം ജനങ്ങൾ ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കിയെടുത്തിരിക്കുകയാണ്. ഈ കാരാപ്പുഴയോട് തൊട്ട് ഇപ്പുറത്തുള്ള ഒരു കുന്ന്, ഈ കുന്നിനെ മൊട്ടക്കുന്ന് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ അധികം ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ നിരവധി ആളുകൾ ഓരോ ദിവസവും ഈ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു മൊട്ടക്കുന്ന് കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. അതുമല്ല, വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് കുറച്ചു നേരമൊക്കെ സംസാരിക്കാൻ പറ്റിയ മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പൊ നമുക്ക് ആ വിഷ്വലിലേക്ക് തന്നെ നമ്മൾ പോകാം. മനോഹരമായ ഒരു അല്ലെങ്കിൽ ഈ കാരാപ്പുഴയുടെ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. പക്ഷെ ഇതിൽ കാരാപ്പുഴയുമായിട്ട് ബന്ധമില്ലെങ്കിലും അല്ലെങ്കിൽ ആ പുഴയാണെങ്കിലും ആ കാരാപ്പുഴ ടൂറിസ്റ്റ് കേന്ദ്രവുമായിട്ട് ബന്ധമില്ലെങ്കിലും ഈ ഒരു കുന്ന് വളരെ മനോഹരമായ പുൽമേടുകളൊക്കെ ഉള്ള ഒരു കുന്ന്. ഇവിടെ നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലം. കാരണം ആ പുഴയോട് ചേർന്ന് അല്ലെങ്കിൽ 3 ഭാഗങ്ങളിലായി ഒരു ദ്വീപിന്റെ സ്റ്റൈലിലുള്ള ഒരു വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നേരെ നമ്മൾ ഇങ്ങോട്ട് തിരിയാണെങ്കിൽ ഇവിടെ ഒരു മൊട്ടക്കുന്ന്, ഇതിന്റെ പേര് തന്നെ മൊട്ടക്കുന്ന് എന്നാണ്. അപ്പൊ ഈ കുന്നിൽ ഈ ഒരു ഭാഗത്തൊക്കെ നിരവധി ആളുകൾ അല്ലെങ്കിൽ കപ്പിൾസും അല്ലെങ്കിൽ ഫാമിലിയും ഒക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ പെരുന്നാൾ അടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ റംസാൻ നോമ്പ് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ആളുകളുടെ ഒരു വരവ് കുറവ്. എന്നാലും ഇതിന് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിരവധി വണ്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു ഈവനിങ് ആവുന്നതോടുകൂടി നിരവധി ആളുകൾ ഇവിടെ എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയതിന് ശേഷം ചെറിയ രീതിയിലൊക്കെ ചായക്കടകളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അതിലേക്ക് കാണിക്കാം. എന്തായാലും വളരെ മനോഹരമായ പ്രകൃതി ഭംഗി, അത്രയധികം പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മൊട്ടക്കുന്ന് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൊട്ടക്കുന്നിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വളരെ പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമാണ്. പ്രകൃതി രമണീയം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്ഥലത്തെയാണ്. എന്തായാലും നമുക്കിവിടെ കാണാം ആമ്പലുകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. ഇത് വളരെ മനോഹരമാണ്. ഇപ്പോൾ കുറച്ച് വെയിലടിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഈവനിങ്ങിലാവുമ്പോൾ ഒരു വലിയ വൈബാണ് ഇവിടെ. കാരണം ഇതൊക്കെ കാണുന്നതിന് എൻ്റെ നിരവധി ആളുകൾ ഇവിടെ എത്തിപ്പെടാറുണ്ട്. ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് ആളുകൾ വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ ആളുകൾ വന്നില്ലെങ്കിലും നമുക്ക് ഈ വയനാട് സന്ദർശിക്കുമ്പോൾ ഈ മൊട്ടക്കുന്നിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ കുറച്ച് ഒരു മനസ്സിന് സമാധാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ഫ്രീക്കന്മാരിയ്ക്കുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം, എന്താണ് സ്ഥിതി? എന്താ പേരെന്താ? ആഷിഖ്. ഈ ഒരു മൊട്ടക്കുന്നിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് വന്നതാണോ കേട്ടുകൊണ്ട് വന്നതാണോ? എങ്ങനെയാണ്? നമ്മള് ഇങ്ങനെ കേട്ടറിഞ്ഞ് അങ്ങനെ വന്നതാണ്. ആദ്യമായിട്ടാണ് വരുന്നത്? എങ്ങനെയുണ്ട് ഇവിടുത്തെ? കൊള്ളാം, അടിപൊളിയാണ്. നല്ല സ്ഥലമല്ലേ? അടിപൊളി സ്ഥലം. കാരാപ്പുഴ സന്ദർശിച്ചിട്ടുണ്ടോ? കാരാപ്പുഴ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും കുറച്ചുകൂടി വൈബ് ഉണ്ട്. അതിനായിട്ട് കുറച്ചും കൂടി വൈബാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ തന്നെ എല്ലാം കൊണ്ടും. ഇന്നത്തെ ഒരു ദിവസം ആളുകൾ ഇങ്ങനെ എത്തി തുടങ്ങുന്നുള്ളൂ തോന്നുന്നല്ലേ? അത് കറക്റ്റ് അറിയില്ല. ഈവനിങ് ആണ് ഇവിടെ എപ്പോഴും ആൾക്കാർ ഉണ്ടാവില്ല. കഴിയണം. പക്ഷെ നമുക്കിപ്പോ ഈവനിങ് ആയി 5 മണി കഴിഞ്ഞായി. പക്ഷെ വെയിലൊക്കെ ഒന്ന് കാഠിന്യം കുറഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുള്ളൂ. ആഷിക്ക് എങ്ങനെയുണ്ട് നമ്മളെ ഒരു ഇത് വയനാടിനെ സംബന്ധിച്ച് നല്ലൊരു ഇതിപ്പോ ടൂറിസ്റ്റ് പ്ലേസ് അല്ല എങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരം വന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇത്. എന്താണ് ഇവിടെ കാണുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും? നമുക്കിപ്പോ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇനി കുറച്ചേരം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ. ടെൻഷൻ ഉണ്ടോ ഈ പ്രായത്തില്? ടെൻഷൻ ഇല്ല. അപ്പൊ നമുക്ക് മൈൻഡ് ഒന്ന് സെറ്റ് ആക്കാൻ പറ്റിയൊരു വൈബ് സ്ഥലമാണ്. അതെ. എന്താണ് ഇപ്പൊ നമ്മളെ നാട്ടുകാരോട് ഇത് പറയാനുള്ളത്? തീർച്ചയായും ഇത് വന്ന് കാണണമെന്ന് തന്നെ പറയാനുള്ളത് അല്ലേ? അതെ, എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം ഈ സ്ഥലം. നമുക്കൊരു വയനാട്ടിലൊരു ഹിഡൻ പ്ലേസ് എന്ന് തന്നെ പറയാം. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഇപ്പൊ ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജോലിയുടെ പിരിമുറുക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കുക അല്ലെ? അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഒരു 5 മണിക്ക് ശേഷം. അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും അല്ലേ? കാരണം നമുക്ക് എല്ലാം കൊണ്ടും ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ. നമ്മുടെ ടെൻഷൻസ് ഒന്ന് എന്താ പറയാ, ഫ്രസ്ട്രേഷൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലീസായി റിഫ്രഷ് ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യുന്നത്? പുള്ളി ഗൾഫിലാണ്, ഞാൻ ഗൾഫിൽ. രണ്ടാളും ഗൾഫിലാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് വരുമ്പോ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. അതെ, ഒന്ന് നമ്മളെ ആ ഒരു ക്ലൈമറ്റിന് വിട്ട് ഇവിടെ എത്തുമ്പോ
മനസ്സിന് ആഷിക്ക് ഭയങ്കര പാട്ട് പാടുന്നു തോന്നുന്നല്ലോ എനിക്ക്. ഇല്ല പാടില്ല. രണ്ടുപേര് ഇല്ല. ഇവിടെ പാടോ? ഇല്ല. ഓക്കെ, എന്തായാലും നമ്മൾ വരെ നിർബന്ധിച്ച് പാടിക്കുന്നില്ല. ഇനിയും ആളുകൾ വരുന്നുണ്ട്, നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. എന്തായാലും ഈ ഒരു സ്ഥലം നമ്മൾ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ എത്തുന്നവർ സന്ദർശിക്കാൻ വേണ്ടിയാണ്. കാരാപ്പുഴയോട് അടുത്തുള്ള മൊട്ടക്കുന്ന് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആളുകൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാലും പറഞ്ഞുതരാം. എന്തായാലും ആഷിക്ക് താങ്ക് യു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമുക്ക് ഒരു ഫാമിലി ഇങ്ങനെ അവിടെ നടന്നു വരുന്നുണ്ട്, നമുക്ക് അവരോട് ഇതെന്താണെന്ന് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് ബാബു. ബീന. ഞങ്ങള് വരുന്നത് നീലഗിരി, തമിഴ്നാട് വരുന്നതാണ്. ഈ സ്ഥലം അങ്ങനെ കേട്ടറിഞ്ഞു വന്നതാണോ? അതെ, നല്ല ഭംഗിയുള്ള സ്ഥലം, കേട്ടറിഞ്ഞ് വന്നതാണ്. കുറെ കാലം ഇവിടെ വരണം ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട്. എന്താ ചെയ്യുന്ന ചേട്ടാ? ഞാൻ എക്സ് മിലിറ്ററി ആണ്. ചേച്ചി ഹൗസ് വൈഫ്. മക്കളൊന്നും കൂട്ടിയില്ല? മക്കളൊക്കെ ദൂരത്താണ്. രണ്ടുപേരും കൂടി ഇപ്പൊ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. സത്യം. അപ്പൊ ഈ ഒരു സ്ഥലം ഇപ്പൊ നമ്മളതിന്റെ തൊട്ടപ്പുറത്ത് കാരാപ്പുഴയാണ്. ഒരുപക്ഷെ അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, പക്ഷെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ആളുകൾ കൂടുതൽ എവിടെയാണ് വരുന്നത്? ഫ്യൂച്ചറിൽ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ടൂറിസ്റ്റ് കേന്ദ്രമാകട്ടെ. ആകട്ടെ, എല്ലാ ആശംസകളും. എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ ഒരു വൈബ് ഈ ഒരു സമയത്ത്? സൂപ്പറായിട്ടുണ്ട്. കവി എഴുതൂലേ? ഇല്ല. ചെറുതായിട്ട് നമുക്കൊന്ന് എഴുതിയാലത് കണ്ടിട്ട് എഴുതാനൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? എന്നാ ഒരു രണ്ടുപേര് എന്താണ് മനസ്സിൽ വരുന്നത് പറയാം. അതിപ്പില്ല. ചേട്ടൻ പറയും. എനിക്കൊന്നും പറയില്ല, എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഇവിടുത്തെ ഈ സൺസെറ്റ് കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിട്ട് എല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വന്ന് അത്ര ദൂരത്ത് വന്നാണ്, കണ്ടിട്ട് പോകുള്ളൂ. ഞാൻ ഇനി ആളുകളെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിക്കും. നിറയെ പേര് വരും. ഇനി നല്ല ഇവിടെ വരും. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോ മനസ്സിനൊരു സുഖം ഉണ്ടല്ലേ? മനസ്സുകൊണ്ട്. വയനാട്ടുകാർക്ക് ഓൾറെഡി കടലില്ല. അതുപോലെ നമുക്ക് ഇവിടെ വന്ന ഒരു പ്രത്യേകം ഒരു ഇതൊന്നുമില്ല, ഒരു പേടിയൊന്നുമില്ല. ഇവിടെ നല്ല സേഫ്റ്റിയാണ്, ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. 6 മണി 6:30 സമയത്താണ് ഇവിടെ ആളുകൾ കൂടുതലും എത്താറുള്ളത്. എന്തായാലും ഒരു ഫാമിലി ഇവിടെ ഉണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, എന്താ മോളെ പേര്? നന്ദിത. അനഘ, സയന, ദീപ, രാംദാസ്. ഒരു ഫാമിലിയാണ് അല്ലേ? അച്ഛനും 3 മക്കളും. എന്ത് ചെയ്യുന്നു മോളെ? ഞാൻ PG ക്ക് പഠിക്കും. PG ആണ്. അപ്പൊ മോളെ എന്നുള്ള ഞാൻ പിൻവലിച്ചു. PG പ്ലസ് ടു ഉണ്ടോ? പ്ലസ് ടു PG തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല. ചേച്ചിന്റെ പേരെന്താ? ദീപ. രാംദാസ്. ഇപ്പൊ നമ്മളെ മൊട്ടക്കുന്ന് എന്ന് പറയുന്ന ഈ മനോഹരമായ ഈ ഒരു പ്രദേശം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അതെ, മനോഹരമായ സ്ഥലമാണ്. എന്താ തോന്നുന്നത്? നല്ലൊരു വൈബാണ്. എന്താ പറയുക? സൂപ്പർ. അങ്ങനെയല്ല, അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം നമ്മളെ സംബന്ധിച്ച് മാനസികമായി ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ആദ്യം അറിഞ്ഞിട്ടില്ല. ഇത് ടൂറിസ്റ്റ് കേന്ദ്രം ആയിട്ടില്ല. ഇല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് വരുന്നത്. വൈബ് എന്താന്നുള്ളത്. നിരവധി ആളാണ് ഇവിടെ വന്നത്. അതെ. കാരാപ്പുഴ പോയിട്ടില്ലേ? ഓ, വീണ്ടും ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല. ഇല്ല. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഭയങ്കര ഇതാണെന്ന് ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിലാരോ പാട്ട് പാടും എന്ന് എന്റെ മനസ്സിങ്ങനെ പറയുന്നു. പാടൂലേ? ആരാ പാടുന്നത്? പാടും. മോള ഒരു പാട്ട്. എന്തേ എന്നും വന്നീല, നിന്നോടൊന്നും ചൊല്ലീല, അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. അടിപൊളി. അപ്പൊ വളരെ മനോഹരമായി. ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പൊ സ്വപ്നം കാണാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇത് നമ്മൾ തമാശകൾക്ക് പറഞ്ഞതാണെങ്കിലും വളരെ ഒരു വൈബുള്ള ഒരു സ്ഥലമാണ്. ഇവരൊക്കെ അസ്തമയം കാണുന്നതിന് വേണ്ടി ആണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളും ഈ അസ്തമയം കാണിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി അവസാനിപ്പിക്കുക. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മൊട്ടക്കുന്ന് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വയനാട്ടുകാരല്ല, കേരളത്തിലെ അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും ഈ ഒരു മൊട്ടക്കുന്ന് സന്ദർശിക്കുക. വളരെ മനോഹരമായ ഒരു പ്ലേസ് ആണിത്. അപ്പൊ ഈ മൊട്ടക്കുന്നിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വരുന്നത് ഈ ഒരു അസ്തമയം കാണുന്നതിന് വേണ്ടിയാണ്. കാരണം അസ്തമയ സൂര്യൻ എങ്ങനെ അസ്തമിച്ച് താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ മൊട്ടക്കുന്നിന്റെ സൗന്ദര്യം അത്രയേറെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നേരം വൈകുന്നേരത്തിൽ ഈ മൊട്ടക്കുന്നിനെ കുറിച്ച് അല്ലെങ്കിൽ മൊട്ടക്കുന്നിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിയിച്ചത്. എന്തായാലും ഈ ഒരു മൊട്ടക്കുന്ന് കാണുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നോ കേരളത്തിന് പുറത്തു നിന്നൊക്കെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇനിയും ആളുകൾക്ക് വരാനുള്ള ഒരു കാര്യത്തിന് കൂടി വേണ്ടിയാണ് നമ്മളിത് കാണിച്ചത്. എന്തായാലും ഈ പരിപാടി നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വയനാട്ടിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.